മിഥു, നീ എവിടെ പോയിരുന്നു? ഇവിടെയൊക്കെ ഒന്ന് നടന്നു കണ്ടു. മിഥു, നാളെ കാലത്ത് നമുക്ക് തിരിച്ചു പോകാം. എന്താ? ശരി അച്ഛാ. മോളെ, മൂത്രമൊഴിച്ചു. പിടിക്ക് പിടിക്ക് പിടിക്ക്. ചുമ്മാ കളിക്കാതെ. അച്ഛൻ 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 കാത്തു, എന്താ? ഞമ്മളൊന്ന് പുറത്തു പോകുന്നു. കുഞ്ഞിനെ നോക്കണേ. ദാ വരണേ. മോനാണോ? എന്റെ മകനാ. പേരെന്താ? രാജു. മോനെന്തിനാ ഞങ്ങളെ കൊണ്ട് പേടിക്കുന്നത്? അവൻ എന്തെങ്കിലും കൊടുക്കൂ. അയ്യോ, ഒന്നും വേണ്ട സാർ. സാരമില്ല, വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോ വാങ്ങിച്ചോ. പിന്നെ നമുക്കിനി ഒരു ആൺകുഞ്ഞും കൂടെ വേണം. ഗോപിച്ചേട്ടൻ ഇവിടെ? മാധവി പോയപ്പോ ഞാൻ എസ്റ്റേറ്റ് വിട്ടു. പിന്നെ എവിടെയൊക്കെ അലഞ്ഞു. മനസ്സിനെ കുറിച്ച് ആശ്വാസം തോന്നിയപ്പോൾ തിരിച്ചു വന്നു. ഇവിടുത്തെ വാച്ചർ എന്റെ ചേട്ടനാണ്. എനിക്ക് മറ്റാരുമില്ല. ഇന്ന് വീണ്ടും മാധവിയുടെ ശബ്ദം കേട്ടു. വരരുതെന്ന് സ്വയം നിയന്ത്രിച്ചു നോക്കി, സാധിച്ചില്ല. ശബ്ദം കേട്ട ദിക്കിലേക്ക് മനസ്സും അതിന്റെ പുറകെ കാലുകളും ഓടിയെത്തി. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് കാണാൻ. സുഖമില്ലല്ലേ? മരുന്നൊന്നും കഴിക്കുന്നില്ലേ? മരുന്ന് വാങ്ങാൻ കാശില്ലെന്ന് മാത്രമല്ല, എന്തിനു വേണ്ടി ഞാൻ മരുന്ന് കഴിക്കണം? ഇപ്പൊ വരാം. ഒരു 200 രൂപ വേണം. എന്തിന്? വന്നിട്ട് പറയാം. ഇതാ, ഇത് വെച്ചോളൂ. നാളെ തന്നെ ഡോക്ടറെ കാണണം. വേണ്ട, വാങ്ങിക്കൂ. ഞാനാ പറയുന്നത്. അതാരാ? ഗോപിച്ചേട്ടൻ എന്റെ കൂടെ എസ്റ്റേറ്റ് ജോലി ചെയ്തിരുന്ന ആളാ. എന്നെ പ്രേമിച്ചിരുന്നു. ഇപ്പൊ തീരെ സുഖമില്ല. മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലെന്നാ പറഞ്ഞു. ഇപ്പൊ ജോലിക്കും പോകുന്നില്ല. നീ എന്ത് പറഞ്ഞു? നിന്നെ അവൻ പ്രേമിച്ചിരുന്നു? അതെ, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ അച്ഛന്റെ ദുർഗതി എനിക്കുണ്ടാവരുതെന്ന് കരുതിയാണ് പാവപ്പെട്ട നിന്നെ ഞാൻ വിവാഹം ചെയ്തത്. എടീ ദ്രോഹി, നീ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഗോപി ആത്മഹത്യ ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസവും. അപ്പൊ പിന്നെ ഗോപിയെ കൊല്ലിച്ചത് ആരാ?
മോനെ എടാ എന്തിനാടാ അവൾ ഈ സമയത്ത് ഇവിടെ വന്നത്? ആരാ വിധു? കൊതു തന്നെ. നിക്കടാ അവിടെ. അടിച്ച് നിന്റെ മുട്ടിയാൻ ഓടിക്കും, മനസ്സിലായോ? ചോദിച്ചൊരു ഉത്തരം പറഞ്ഞോ, എന്തിനാ വന്നതെന്ന്. എന്നെ കാണാനായിരിക്കും. നിന്നെ കാണാനാ? എന്തിനാ കാണുന്നേ? ഞങ്ങൾ എന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. തീർന്നടാ, നിന്റെയും എന്റെയും കഥ തീർന്നടാ. അച്ഛാ, എന്റെ അമ്മ തെറ്റുകാരിയായിരുന്നു അല്ലേ? അമ്മ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു അമ്മ അച്ഛന്റെ കൂടെ ജീവിച്ചിരുന്നത് അല്ലേ? നീ എന്ത് പറഞ്ഞു? നിന്നെ ഞാൻ എന്റെ മാധവിയെ പറ്റി അനാവശ്യം പറയുന്നു. എന്റെ അമ്മയുടെ മരണത്തിന് കാരണം ആ തെറ്റല്ലായിരുന്നോ? അല്ല മോളെ, അല്ല. നിന്റെ അമ്മ മരിച്ചത് എന്റെ അവിവേകം കൊണ്ടാണ്, എന്റെ കുറ്റം കൊണ്ടാണ്. ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു. അപകടം പറ്റിയ ശേഷമാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. സാർ മാധവിയെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ മാധവിയെ സ്നേഹിച്ചു, എന്റെ കരളിൽ വെച്ച്, ആത്മാവിൽ വെച്ച്. അത് പറയാൻ അവസരവും കാത്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് സാർ മാധവി വിവാഹം കഴിച്ചു. സാർ, മാധവി നിരപരാധിയാണ്. മാധവി എന്നെ പ്രേമിച്ചിട്ടില്ല സാർ, പ്രേമിച്ചിട്ടേ ഇല്ല. ഇതാണ് സത്യം. മാധവി വെറും ഒരു പാവമായിരുന്നു. അവളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ മുൻകോപം കാരണമാണ് ആ പാവത്തിന് ആ അപകടം ഉണ്ടായത്.